അതിൻ്റെ പകരം നാളെ കിട്ടുന്ന ഇന്നുള്ളതിനേക്കാൾ നിങ്ങൾക്ക് എന്തൊക്കെ ഇന്നിപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് നിങ്ങൾക്ക് ഇതിനേക്കാൾ അറിവുണ്ടാവില്ലേ? ഇന്നിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു SEO എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് പഠിച്ച് SEOൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിച്ച് നാളത്തേക്ക് നിങ്ങൾ SEOയിലൊരു കമ്പനീൻ്റെ റിസൾട്ട് നിങ്ങൾ മാറ്റി നിങ്ങളൊന്നും കൂടി സ്കിൽഡായില്ലേ? ഇന്നലത്തേക്കാൾ കൂടുതൽ സ്കിൽഡായിരുന്നു, വിച്ച് മീൻസ് യു ആർ പ്രോഗ്രസ്ഡ്. ഈ പ്രോഗ്രസ് ആണ് എൻജോയ് ചെയ്യേണ്ടത്. ഓരോ പ്രോഗ്രസ് ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, എത്ര ആയാലും അച്ചീവ്മെൻറ്റ്സ് ഒരു എൻജോയ് ഇല്ല. ഞാൻ എനിക്ക് കിട്ടുന്ന അച്ചീവ്മെൻറ്റ്സ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. ഞാൻ എല്ലാവരോടും പറയലുണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ കോൺവെക്കേഷൻ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന ഈ ഒരു ടൈം ഇത് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യണ്ടേ? കാരണം നിങ്ങളൊരു ടൈം ലൈൻ തീർന്ന് നിങ്ങളൊരു സെഗ്മെൻറ്റ് നിങ്ങൾ എത്രത്തോളം അറിവുണ്ടാക്കി, നിങ്ങൾ ഒരുപാട് മാർക്കറ്റിൽ അത്ര ആൾക്കാർക്ക് ഇതിനെ പറ്റി ഡിജിറ്റൽ എന്താണെന്നോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നോ, SEO എന്താണെന്നോ, ഗൂഗിൾ ആഡ്സ് എന്താണെന്നോ, ഡിസൈനിങ് എന്താണെന്നൊന്നും അറിയാത്ത ആൾക്കാരുള്ള ഈ അങ്ങാടിയിൽ നിങ്ങളിതൊക്കെ പഠിച്ചിറങ്ങല്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് എന്തോ ഒരു കാര്യങ്ങൾ പുതിയത് പഠിച്ചു തന്ന്, പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുത്ത് എടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുത്ത്, വിച്ച് മീൻസ് നിങ്ങൾ ബാക്കിയുള്ളവരെക്കാൾ ഒന്ന് പ്രോഗ്രസ്ഡായി. അത് നിങ്ങൾ എൻജോയ് ചെയ്യണം. ആ ടൈമിൽ നമ്മൾ ഹാപ്പി ആണോ? ഓക്കെ. എന്താണ് സക്സസ് അപ് ടു യു? ചിലരെ ഫേസൊക്കെ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ കുറേ കേട്ടതാ, മൈക്കിട്ട് വരുന്നുണ്ട് എന്നൊക്കെ. എടാ വെറുതെ കേട്ടോ, ഒരു ഫണ്ണായിട്ട് കണ്ടാൽ മതി. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളൊരു ഡെഫിനിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്, ക്യൂരിയസ് ആയിട്ടുള്ള. മേ ബി നിങ്ങൾക്ക് ഇത് നല്ലൊരു ഇൻസൈറ്റ് കിട്ടും. എനിവൺ 1 or 2 സക്സസ് എന്തെങ്കിലും കാണുന്ന സക്സസ്? അന എന്തു പറയട്ടെ, നിങ്ങൾക്ക് എന്താണേലും അത് നിങ്ങളുടെ വിഷനാണ്. അതൊരിക്കലും റോങ് ആയി പോകണമെന്നില്ലല്ലോ, അല്ലേ? അത് റോങ് ആവില്ല. നിങ്ങൾക്ക് എന്താണോ സക്സസ് നിങ്ങളുടെ മൈൻഡിലുള്ളതാണ്. നിങ്ങൾ കാണുന്ന ഒരു വിജയിക്കുന്ന പോയിന്റ്. യെസ്, എനിക്കൊന്നും വേണ്ട, ഇരുന്ന് പറഞ്ഞാൽ മതി. യെസ്, നമ്മളൊരു പരിപാടി തുടങ്ങി അതിനെക്കുറിച്ച് പഠിച്ച് ആ മേഖലയ്ക്ക് എത്തിപ്പെട്ട് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യണേ, അല്ലെങ്കിൽ നമ്മളൊരു ജേണി സ്റ്റാർട്ട് ചെയ്യണേ, ഒരു ആ ടൈമിലുള്ള ഒരു ഇതാണ് ആ സിറ്റുവേഷൻ എല്ലാം പഠിച്ച് ക്ലിയർ ചെയ്ത് അതിൽ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ടല്ലോ, ഒരു കോൺഫിഡൻസ്. എടാ കൊടുക്കട ഒരു കയ്യടി. തുടങ്ങിയില്ലോ അവനൊന്നില്ലെങ്കിലും ഇത്രയും ആൾക്കാർ മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് അവൻ എന്തോന്ന് പറഞ്ഞില്ലേ? എടാ ഗ്രേറ്റ്, അടിപൊളി, സെറ്റ്. അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു ഇനീഷ്യേഷൻ എടുത്ത് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കോൺഫിഡൻസ്, സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ പ്രോഗ്രസ് ലിമിറ്റ്, അല്ലേ? ഗ്രേറ്റ് പോയിന്റ്, നല്ല പോയിന്റാണ്. വേറെ പുതിയ പോയിന്റ് പറ്റേ, വേറെ പോയിന്റ് പറ്റേ. അടുത്താള് മൈക്ക് നോക്കി, കമോൺ. ആഗ്രഹിച്ചത് നേടുന്നതാണ് സക്സസ്. ഗ്രേറ്റ്, എടാ ക്ലാപ്പ് കൊടുക്കേ. ആഗ്രഹിച്ചത് നേടുന്നതാണ് സക്സസ്. ഒരു ഡെഫിനിഷൻ ആട്ടോ, ഇതെല്ലാം ഡെഫിനിഷൻസ്. അതൊന്നും റോങ് ആ റൈറ്റ് എന്ന് പറയാൻ ഞാനൊരു മനുഷ്യനും അല്ല. എനിക്ക് നിങ്ങളെ വ്യൂസ് കേൾക്കാനാണ്. അപ്പം ഞാൻ എൻ്റെ വ്യൂവും പറയും. അടുത്ത് സക്സസ്. നമുക്കൊരു ലക്ഷ്യമുണ്ടോ, നമുക്കൊരു പാഷൻ ഉണ്ടോ, അതിലേക്ക് എത്തിച്ചേർന്നോ, അതാണ് നമ്മുടെ സക്സസ്. ഒരു ലക്ഷ്യമുണ്ട്, ഒരു പാഷൻ ഉണ്ട്, അതിലേക്ക് എത്തിച്ചേരുന്ന ആ പോയിന്റ് അല്ലേ? ഇവിടെ കാരണം മേ ബി അത് ഇവിടെ ആ പോയിന്റ്. ഗ്രേറ്റ്. വേറെ ഉണ്ടോ ഇനിയുണ്ടോ? എൻ്റെ അടുത്ത സക്സസ് ഏതാണെന്ന് ഞാൻ ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ സക്സസ് ആണ്. ഇന്നലെയും ഞാൻ സക്സസ് ആയിരുന്നു. എൻ്റെ മോനെ, അത് കേട്ടങ്ങളെ, സക്സസിന്റെ ഡെഫിനിഷൻ ഞാൻ കണ്ടു. പക്ഷെ ഞാൻ ഇന്നും സക്സസ് ആണ്, ഇന്നലെയും സക്സസ് ആണ്. റൈറ്റ്. ആൾക്ക് ആളുടേതായിട്ടുള്ള രീതി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആൾ കാണുന്ന ഒരു സക്സസ് ഡെഫിനിഷൻ അതാണ്. ആൾ ഇന്ന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്, ഇന്ന് അൽഹംദുലില്ലാഹ് റാഹത്താണ്, പഠിച്ചുകൊണ്ട് കുതിർത്തോണ്ട് ഇന്നുണ്ട്, അതിനനുസരിച്ചുള്ള ഗ്രേറ്റ്ഫുൾ ആണ്. സോ അത് സക്സസ് പോയിന്റ് ആണ്. ഓഫ് കോഴ്സ് ഇതിന് മുന്നേ ഇനി അറിയണ്ടോ? ഉണ്ടോ? ഇത് മറ്റേതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. എല്ലാവരും പറയട്ടെ, എന്നിട്ടാണ് എനിക്ക് 2 ഡയലോഗ് അറിയാനൊക്കെ. അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇൻ്റർവ്യൂ പറയാനാണ്. അതായത് ഞാൻ സെഷൻസിൽ അധികം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യില്ല ഞാനൊരു ചോദ്യത്തുമില്ല എന്ന് കരുതി ഇത് കുറേ നീണ്ടു പോകുന്നില്ല കേട്ടോ, പെട്ടെന്ന് തീർക്കും. അപ്പോൾ ഈ സക്സസ് എന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ കുറേ ആൾക്കാർ ഇതിനെ റിലേറ്റ് ചെയ്ത് പറയും. ചിലർ ഫൈനാൻസ് റിലേറ്റ് ചെയ്ത് പറയും. എനിക്ക് അത്യാവശ്യം ആൾക്ക് ആളുടേതായിട്ടുള്ള രീതി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആൾ കാണുന്ന ഒരു സക്സസ് ഡെഫിനിഷൻ അതാണ്. ആൾ ഇന്ന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്, ഇന്ന് അൽഹംദുലില്ലാഹ് റാഹത്താണ്, പഠിച്ചുകൊണ്ട് കുതിർത്തോണ്ട് ഇന്നുണ്ട്, അതിനനുസരിച്ചുള്ള ഗ്രേറ്റ്ഫുൾ ആണ്. സോ അത് സക്സസ് പോയിന്റ് ആണ്. ഓഫ് കോഴ്സ് ഇതിന് മുന്നേ ഇനി അറിയണ്ടോ? ഉണ്ടോ? ഇത് മറ്റേതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. എല്ലാവരും പറയട്ടെ, എന്നിട്ടാണ് എനിക്ക് 2 ഡയലോഗ് അറിയാനൊക്കെ. അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇൻ്റർവ്യൂ പറയാനാണ്. അതായത് ഞാൻ സെഷൻസിൽ അധികം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യില്ല ഞാനൊരു ചോദ്യത്തുമില്ല എന്ന് കരുതി ഇത് കുറേ നീണ്ടു പോകുന്നില്ല കേട്ടോ, പെട്ടെന്ന് തീർക്കും. അപ്പോൾ ഈ സക്സസ് എന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ കുറേ ആൾക്കാർ ഇതിനെ റിലേറ്റ് ചെയ്ത് പറയും. ചിലർ ഫൈനാൻസ് റിലേറ്റ് ചെയ്ത് പറയും. എനിക്ക് അത്യാവശ്യം ഫണ്ട് ഉണ്ടാക്കുന്ന ഫൈനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കുന്ന ഒരു പോയിന്റ്.
പൈസ കുറേ കയ്യിലെത്തുന്ന പോയിന്റ്, അതാണ് സക്സസ് എന്ന് പറയും ചിലർ പറയും ഞാൻ ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുന്നതാണ് സക്സസ് എന്ന് പറയും. ചിലർ പറയും ഒരു 5 കോടി എൻ്റെ കയ്യിലെത്തുന്നതാണ് സക്സസ് എന്ന് പറയും. ചിലർ പറയും ഇന്ന 4 ആൾക്കാർ അംഗീകരിക്കണം, പ്രിവിലേജ് അല്ലെങ്കിൽ റെക്കഗ്നീഷൻ, റെസ്പെക്ട്, ഇത് കിട്ടുന്നതാണ് സക്സസ് എന്ന് പറയും. ഓഫ് കോഴ്സ് എല്ലാം സക്സസ് ആണ്, എല്ലാം അവരുടെ ഡെഫിനിഷനാണ്. ബട്ട് ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്, ഒറ്റ കാര്യം ചോദിക്കാനാണ്, നമ്മൾ മനുഷ്യന്മാരെപ്പോഴെങ്കിലും സാറ്റിസ്ഫൈഡ് ആവും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? നമുക്ക് മതി എന്ന് പറഞ്ഞ പോയിന്റ്, എനിക്കിത് മതി എന്ന് പറയുന്ന പോയിന്റ് എപ്പോഴേലും മനുഷ്യന്മാർ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഒരു 5 ലെറ്റ്സ് ഇമാജിൻ നിങ്ങൾക്ക് ഒരു 5 കോടിനോട് ഭയങ്കര ആഗ്രഹമുണ്ട്. 5 കോടി എങ്ങനെ കിട്ടും? 5 കോടി എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ 5-ന് അപ്പോൾ എത്ര പൂജിട്ടാൽ തന്നെ ചിലപ്പോൾ നമുക്ക് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ 5 കോടിൻ്റെ കയ്യിൽ കിട്ടി, 5 കോടി കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആവും, സാറ്റിസ്ഫൈഡ് ആവും എന്നുള്ളൊരു പോയിന്റ്. വുഡ് യു ബി സാറ്റിസ്ഫൈഡ് ഇഫ് യു ഗെറ്റ് ദാറ്റ് 5 crore? 5 കോടി കിട്ടിയാൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുമോ? അപ്പോൾ ഇപ്പം നമ്മൾ ഇരുന്നിട്ട് പറയും 5 കോടി കിട്ടിയാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പടച്ചവനാണ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവില്ല. കാരണം നമ്മൾ ദീനിലായിക്കോട്ടെ എല്ലായിടത്തും എല്ലാ മതങ്ങളിലും ഒരുപോലെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മനുഷ്യന് മതി എന്നുള്ള, അതായത് സംതൃപ്തരാവാത്തവരാണ് നമ്മൾ മനുഷ്യന്മാർ. നമുക്ക് എന്ത് കിട്ടിയാലും അതിന് മുകൾക്ക്, ഇപ്പോൾ ലൈക്ക് റിലീജിയസ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിലും ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ മുകൾക്കുള്ള ഒരു ആശ വന്നുകൊണ്ടിരിക്കും മനുഷ്യന്മാർക്ക്. അതായത് ഇപ്പം 5 കോടിൻ്റെ കൈമ കിട്ടിയാൽ എനിക്ക് 10 കോടി കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. 1 ലക്ഷം സാലറി കിട്ടിയാൽ മതി എന്നുള്ള ജോബിൽ ലാൻഡ് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹം എന്നുണ്ടെങ്കിൽ 1 ലക്ഷം കിട്ടിയാൽ നിങ്ങൾക്ക് 2 ലക്ഷം എനിക്ക് സാലറി ആവണം എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹം. നിങ്ങൾക്ക് ഒരു ജോലി, അതായത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നല്ലൊരു ജോലി വേണം, ഒരു നല്ല കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടണം. ആ പ്ലേസ്മെൻറ്റ് കിട്ടിയതോടെ പിന്നെ നിങ്ങൾക്ക് ഇനിയൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഇരിക്കില്ല. നിങ്ങൾക്ക് ഇനി അടുത്ത് ഒന്നെങ്കിൽ വേറെ നല്ല ജോലിയിൽ കയറാൻ, അല്ല അവിടെ പ്രൊമോഷൻ കിട്ടണം. സോ സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് ആണ് സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴാണോ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പിലി ഇരിക്കുന്നത് അതാണ് സക്സസ്. ഞാൻ ബിലീവ് ചെയ്യുന്നത്, ഇത് എൻ്റെ പോയിന്റാണ്, എൻ്റെ മാത്രം എന്നാണ് ഞാൻ പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാം. സക്സസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇല്യൂഷനാണ്. നമുക്കൊരിക്കലും ഇതാണ് സക്സസ് എന്ന് പറഞ്ഞാൽ ഒരാളെ അവിടേക്ക് നയിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയാം. കാരണം ഈ സക്സസ് പോയിന്റ് ഇപ്പോൾ ചിലർ പറയും 6 കൊല്ലം 7 കൊല്ലം നയിച്ചു കഴിഞ്ഞാൽ ഈ ഡോക്ടറോ അതാണ് എൻ്റെ സക്സസ് പോയിന്റ് എന്ന് പറയും. ആ സക്സസ് പോയിന്റിൽ എത്താൻ വേണ്ടി ഒരാൾ നരകിച്ച് നമുക്കിപ്പോൾ കിട്ടുന്ന സന്തോഷം, സമാധാനം, ഇപ്പോൾ പടച്ചോൻ തരുന്ന കുറേ ലൈക്ക് എന്താ പറയുക, നമുക്ക് ന്യൂമത്തുകളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് പടച്ചോൻ തരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഗോഡ് നമുക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യം, അതിലൊന്നും സന്തോഷം കണ്ടെത്താതെ അവിടെയാണ് സക്സസ് പോയിന്റ്. അവിടെ എത്തിയാൽ മാത്രമേ ഞാൻ ചിരിക്കുള്ളൂ, അവിടെ എത്തിയാൽ മാത്രമേ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എട്ടങ്ങേറായി ജീവിക്കും. അവിടെ എത്തുക എന്നുള്ളത് മേ ബി നെക്സ്റ്റ് തിങ്, എത്താതിരിക്കാം. പക്ഷേ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സന്തുഷ്ടരാവില്ല. കാരണം എന്താ, ഞാൻ അതിൻ്റെ മേലക്കിഞ്ഞ് വേണം. സോ സക്സസ് പോയിന്റ് അല്ല ഡിഫൈൻ ചെയ്യുന്നത്. സക്സസ് എന്നുള്ള കോൺസെപ്റ്റാണ് നിങ്ങളുടെ മൈൻഡിൽ നിന്നുണ്ടെങ്കിൽ അതൊന്നും മാറ്റി വെക്കാൻ ട്രൈ ചെയ്യുക. അതിൻ്റെ പകരം പ്രോഗ്രസ്. ലൈക്ക് മൂപ്പര് പറഞ്ഞൊരു സാധനമുണ്ട്, ഞാൻ ഇന്നും സക്സസ് ആണ്, ഇന്നലെ സക്സസ് ആണെന്നുള്ളത്. ഇന്നത്തെക്കാൾ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നാളെ അച്ചീവ് ചെയ്യണം. അത് പൈസയാവാം, അറിവാവാം, കണക്ഷൻസ് ആവാം, അതല്ലെങ്കിൽ നോളജ് ആവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ആവും, ജോബ് പൊസിഷൻ ആവാം. ഇന്നുള്ളതാവണം നമ്മളുടെ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ പോയിന്റ്. ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പറയലുണ്ട് കോളേജിൽ പഠിക്കും എന്ത് രസേനടാ, ഇപ്പോൾ അത് ഭയങ്കര ഇടങ്ങേറ്, പണിയെടുത്ത് ഇടങ്ങേറ്, ജോലി തന്നെ. കോളേജ് പഠിക്കുമ്പോൾ നല്ല രസമായിരുന്നു, അതായിരുന്നു ഏറ്റവും മൊമെൻ്റ്. ഞാൻ പറയും ഒരു അട്ടർ ഫെയിലിയറാ, ഒരു പാസ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാരാ. എന്നോട് ചോദിക്കണേ ഞാൻ പറയില്ല എന്താ പറയുക, എനിക്ക് ഏറ്റവും ടോപ്പ് ടൈം ഇപ്പോഴാണ്, എനിക്ക് ഏറ്റവും സന്തോഷം ഞാനിപ്പോൾ എന്നെ കാണാനാണ്. എനിക്ക് അന്ന് പോകണ്ട, കാരണം അന്ന് എന്നെ എത്ര ആൾക്കാർ അറിയില്ല, അന്ന് ഞാൻ ഇങ്ങനെ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടില്ല, അന്ന് എനിക്ക് ഇത്ര സ്റ്റാഫുകളില്ല, അന്ന് ഇത്ര ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനില്ല, അന്ന് ഇത്ര ആൾക്കാർ എൻ്റെ പരിപാടി കേൾക്കാനും ഇല്ല. ഞാൻ ഇന്നാണ് എൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റ്, വിച്ച് മീൻസ് ഐ എം വെരി ഹാപ്പി ഇൻ ദിസ് പോയിന്റ്. ഞാൻ പഠിച്ചതോടെ എപ്പോഴും അതിനോട് നമ്മൾ അൽഹംദുലില്ലാ എനിക്ക് ഈ സാധനങ്ങൾ കിട്ടിയല്ലോ. അപ്പോൾ ഇന്നലത്തേക്കാൾ കൂടുതൽ ഞാൻ ഇന്നാണ് ഏറ്റവും ഗ്രോത്ത് ഉള്ള മനുഷ്യൻ എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളെ സക്സസ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും നല്ല ലാർജ് വിഷൻ സെറ്റ് ചെയ്യരുത്, നിങ്ങൾക്ക് ഭയങ്കര ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ സെറ്റ് ചെയ്യരുത്, അങ്ങനെ ഒന്നുമല്ല പറഞ്ഞത്. ഞാൻ ആകെ പറഞ്ഞ ഒരു കാര്യം, സക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോങ് പോയിന്റ് സെറ്റ് ചെയ്തിട്ട് അവിടേക്കുള്ള ഓട്ടം നിർത്തുക. അതിൻ്റെ പകരം നാളെ കിട്ടുന്ന ഇന്നുള്ളതിനേക്കാൾ നിങ്ങൾക്ക് എന്തൊക്കെ, ഇന്നിപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് നിങ്ങൾക്ക് ദിനങ്ങൾ അറിവുണ്ടാവില്ലേ. ഇന്നിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു SEO എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് പഠിച്ച്, SEOൻ്റെ അപ്ലിക്കേഷൻ ലെവലിൽ പഠിച്ച് നാളത്തേക്ക് നിങ്ങൾ SEOയിലെ ഒരു കമ്പനീൻ്റെ റിസൾട്ട് നിങ്ങൾ മാറ്റി, നിങ്ങളൊന്നും കൂടി സ്കിൽഡായില്ലേ, ഇന്നലത്തേക്കാൾ കൂടുതൽ സ്കിൽഡായിരുന്നു, വിച്ച് മീൻസ് യു ആർ പ്രോഗ്രസ്ഡ്. ഈ പ്രോഗ്രസ് ആണ് എൻജോയ് ചെയ്യേണ്ടത്. ഓരോ പ്രോഗ്രസ് ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, എത്ര ആയാലും അച്ചീവ്മെൻറ്റ്സ് ഒരു എൻജോയ് ഇല്ല. ഞാൻ എനിക്ക് കിട്ടുന്ന അച്ചീവ്മെൻറ്റ്സ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. ഞാൻ എല്ലാവരോടും പറയലുണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ കോൺവെക്കേഷൻ, നിങ്ങൾ പഠിച്ചിറങ്ങുന്ന ഈ ഒരു ടൈം, ഇത് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യണ്ടേ. കാരണം നിങ്ങളൊരു ടൈം ലൈൻ തീർന്ന്, നിങ്ങളൊരു സെഗ്മെൻറ്റ്, നിങ്ങൾ എത്രത്തോളം അറിവുണ്ടാക്കി, നിങ്ങൾ ഒരുപാട് മാർക്കറ്റിൽ അത്ര ആൾക്കാർക്ക് ഇതിനെ പറ്റി ഡിജിറ്റൽ എന്താണെന്നോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നോ, SEO എന്താണെന്നോ, ഗൂഗിൾ ആഡ്സ് എന്താണെന്നോ, ഡിസൈനിങ് എന്താണെന്നോ ഒന്നും അറിയാത്ത ആൾക്കാരുള്ള ഈ അങ്ങാടിയിൽ നിങ്ങളിതൊക്കെ പഠിച്ചിറങ്ങല്ലേ. അതിനർത്ഥം നിങ്ങൾക്ക് എന്തോ ഒരു കാര്യങ്ങൾ പുതിയത് പഠിച്ചോ തന്ന്, പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോണ്ടെടുത്ത് എടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുത്ത്, വിച്ച് മീൻസ് നിങ്ങൾ ബാക്കിയുള്ളവരെക്കാൾ ഒന്ന് പ്രോഗ്രസ്ഡ് ആയി. അത് നിങ്ങൾ എൻജോയ് ചെയ്യണം. ആ ടൈമിൽ നമ്മൾ ഹാപ്പി ആണോ, ഓക്കെ
ഞാൻ കുറച്ചൊന്ന് വളർന്നിട്ടുണ്ട്. ഈ വളർന്നത് നമ്മളോട് തന്നെ എന്ത് ചെയ്യണം, കൺഗ്രാജുലേറ്റ് ചെയ്യണം. എങ്ങനെ, ഞാനിപ്പോൾ ഇന്നൊരു ക്ലൈൻറ്റ് ഓൺ ബോർഡ് ആയിക്ക്, ഞാൻ അങ്ങനെ കണ്ണട നോക്കിയിട്ട് നിസാം ഗുഡ് ജോബ്, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് തിങ്. അങ്ങനെയല്ല, നമ്മളെ മനസ്സിലുണ്ടാവില്ലേ നമ്മൾ ചെയ്യുന്ന അത്യാവശ്യം പ്രൗഡ് തിങ് ആണ്, നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന ഒരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ടാവല്ലോ, അത് തോന്നണം. അതായത് ഈച്ച് ആൻഡ് എവറി ചെറിയ ചെറിയ സ്റ്റെപ്സ് എൻജോയ് ചെയ്യാൻ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാണുന്ന ലാർജ് പോയിൻ്റൊക്കെ എത്തുമ്പോൾ നല്ല വൃത്തിക്ക് ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ. അതെല്ലാം ഞാൻ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു ലാർജ് പോയിന്റ് ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ എന്നോട് ചിലർ ഇൻ്റർവ്യൂസിലൊക്കെ ചോദിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ അവിടുത്തെ ഹോസ്റ്റ് ചോദിച്ചതിനോട്, നിങ്ങൾ വിഷൻ സെറ്റ് ചെയ്തിട്ടാണോ കമ്പനി സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പോൾ ഇത്രയ്ക്ക് എത്തി എന്നുള്ളതല്ല, എന്തോന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരെക്കാളും. അപ്പോൾ ഒരു കമ്പനി ലോഞ്ച് ചെയ്തു, സ്റ്റാഫുകളുണ്ട്, ആൻഡ് കമ്പനി അത്യാവശ്യം വാല്യൂഷനിൽ എത്തിച്ചു. ഈ പോയിന്റിൽ എത്തിയത് നിങ്ങൾ മുന്നേ കാൽക്കുലേറ്റ് ചെയ്താണോ, വിഷൻ സെറ്റ് ചെയ്താണോ ചോദിക്കും. ഞാൻ പറയും അല്ല, സത്യമായിട്ടല്ല. ചില ചോദിക്കും നിങ്ങൾ വിഷൻ എന്തായിരിക്കും, ഞാൻ പറയും എനിക്ക് വിഷനില്ല, പക്ഷേ ഇന്നേക്കാൾ കൂടുതൽ നാളെ ഞാൻ എന്തോ നേടുന്നുള്ളൊരു 100% ഉറപ്പിൻ്റെ അടുത്തുണ്ട്. ഇപ്പം ഇന്ന് സ്കിൽസിൽ വന്ന് ഇത്രയും ആൾക്കാരുടെ അടുത്ത് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് ഇന്നെ മനസ്സിലാവില്ലേ, അതിൻ്റെ ഒരു ഗ്രോത്താണ്, എൻ്റെ ഒരു പ്രോഗ്രസ്സാണ്. അത് ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അത്രേ ഞാൻ ചെയ്തു പോകുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഫൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഫൗണ്ടർ ആൻഡ് CEO എന്നുള്ളത് നിങ്ങൾ ടാഗ്ലൈൻ കാണും, മേബി കൂടെ കാണുന്നുണ്ട്, ഫൗണ്ടർ ആൻഡ് CEO. ഈ CEO പൊസിഷൻ്റെ പിന്നെ ഒരു കഥ ഉണ്ട്. അതായത് എൻ്റെ ഉമ്മക്കും എൻ്റെ ഉപ്പക്കും ഞാനൊരു എന്താവാനൊക്കെ ഒരു ആഗ്രഹം. സാധാരണ നമ്മളിപ്പാക്കും ഉമ്മക്കും നമ്മൾ എന്താവാനാണ് കാണാൻ ആഗ്രഹം. പോറ്റാ എന്നാ ഡോക്ടർ, പിന്നെ എൻജിനീയർ, പിന്നെ ACC CA വേറെ എന്തുള്ള ടീച്ചർ, റൈറ്റ്. ഇതേപോലെ തന്നെ എൻ്റെ മക്കും ഞാൻ വീട്ടിൽ 3 താത്തമാർ, ഞാനൊരാണുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ആണുണ്ടാകുമ്പോൾ പ്രതീക്ഷ അമ്മൻ്റെ ഇപ്പൻ്റെ അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിന്. അതായത് ഒരു മോനാണ് 4ാം ക്ലാസ് 5ാം ക്ലാസ് ആവുന്ന ടൈമിൽ വീട്ടുകാർ തുടങ്ങി ഇപ്പം എങ്ങനെയും ഒരു ഡോക്ടർ ആക്കണം, ഇപ്പം എങ്ങനെയും ഒരു എഞ്ചിനീയർ ആക്കണം എന്നാണ്. ഞാൻ എന്നിട്ട് സിനിമ കണ്ട് ഞാൻ അമ്മനോട് 5ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പട്ടാളക്കാരനാവണമെന്ന് പറഞ്ഞു. ഏതോ സിനിമൻ്റെ കണ്ട് ഭ്രാന്തായിട്ട് പട്ടാളക്കാരനാവണം എനിക്കെന്ന് പറഞ്ഞു. എൻ്റെ വലിയപ്പൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും, ദ്വാരക്കാൻ തുടങ്ങി, പഠിച്ചവനെ ഇവൻ്റെ മനസ്സ് എങ്ങനെയും ഒന്ന് മാറ്റണേ, ഒരു 10ാം ക്ലാസ് ആകുമ്പോഴത്തേനും ഇവൻ്റെ ഈ പട്ടാളാവണമെന്നുള്ള മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ വെടിയുണ്ട് ചാവില്ല, ആകെ ഒരു മോനല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ പട്ടാളം എന്നുള്ളത് അത്രയും എനിക്ക് തോക്ക് വാങ്ങണം, പെരുന്നാളായ ഞാൻ തോക്ക് വാങ്ങും. എന്നിട്ട് പട്ടാളക്കാരൻ്റെ സിനിമ കാണുന്നു, പട്ടാളക്കാരൻ്റെ ഫുള്ള് ആ സെഗ്മെൻറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എന്തായി, അത് മാറി. CA നന്നായി. അതായത് ഞാൻ എവിടെ നിന്നോന്ന് കേട്ടു, ഒരു ഒപ്പിന് 1 ലക്ഷമാണ് വില എന്ന് പറഞ്ഞ്. നമുക്ക് കുറേ ഒപ്പിടാലോടാ, വെറുതെ ഇങ്ങനെ ഒപ്പിട്ടാ പോരെ. ഒരു ഒപ്പിന് 1 ലക്ഷം കിട്ടുകയാണെങ്കിൽ സുഖമായില്ലേ. ഒരു ദിവസം എത്ര ഒപ്പിടാ, എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു ചുരുങ്ങിയതൊരു 30 ഒപ്പിടാ ഒരു ദിവസം. അപ്പോൾ കാൽക്കുലേഷൻ അങ്ങനെ പോണത് ഏത്, CA ഒരു ഒപ്പിന് എത്രയാണ് ലക്ഷം. അങ്ങനെ CA അതിൻ്റെ ബുദ്ധി. CA ആണെന്നുള്ള ആഗ്രഹം ഇങ്ങനെ വെച്ച് മൈൻഡിൽ പിന്നെ മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് കൂടുന്ന പരിപാടിയല്ല. കാരണം കണക്കിൽ ഞാൻ കുറച്ച് വീക്കാണ്. ഞാൻ 1 ലക്ഷം, ഒരു ഒപ്പിന് 1 ലക്ഷം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറിച്ചോ പൊറുക്കൂലല്ലോ. കാരണം ഇന്നെ കൊണ്ട് ആവില്ലെന്ന് മനസ്സിലായി. CA എന്നുള്ളൊരു സെഗ്മെൻറ്റ് ഭയങ്കര ടൈറ്റ് ആണെന്നും അത് കുറച്ച് ടാസ്കുള്ള സെഗ്മെൻ്റ് എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ CA എന്നുള്ള പരിപാടി ഞാൻ മൈൻഡിൽ നിന്ന് വിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ +2 കഴിഞ്ഞ് BBA എടുത്തു. BBA എടുക്കുന്ന ടൈമിൽ എൻ്റെ മൈൻഡിലൊരു മാനേജർ ആവണം എന്നാണ്. ഒരു കമ്പനീൻ്റെ നല്ല മാനേജർ പൊസിഷനിൽ ഇരിക്കണം. എല്ലാവർക്കും ഉണ്ടാവണ ആഗ്രഹമാണല്ലോ അത്, മാനേജർ ആവാം. കാരണം കുറേ ആൾക്കാർ നമ്മൾ താഴെ ഉണ്ടാവും, നമുക്ക് തന്നെ മാനേജ് ചെയ്യാം. ആ മൂഡിൽ മാനേജർ ആവണം എന്നുള്ള മൂഡിൽ ഞാൻ MBA പഠിച്ച്, അങ്ങനെയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ MBA സ്റ്റാർട്ട് ചെയ്തത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി MBAൻ്റെ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് സ്വിറ്റ്സർലൻഡിലോട്ട് സെലക്ഷൻ കിട്ടി, സ്കോളർഷിപ്പ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഈ സ്വിറ്റ്സർലൻഡ്, UK, ലണ്ടൻ അങ്ങനെയൊക്കെ. എനിക്ക് സ്വിസ്സൊക്കെ അന്ന് സ്കോളർഷിപ്പിൽ സെലക്ഷൻ കിട്ടി ഗവൺമെൻറ്റിൻ്റെ. അങ്ങനെ സ്വിസ് പോയി അവിടെ നിന്ന് പഠിച്ച് അവിടുന്ന് കുറച്ച് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പോഷറൊക്കെ കിട്ടിയപ്പോൾ എൻ്റെ ആഗ്രഹം ഒന്നുകൂടെ കൂടി. മാനേജർ വേണ്ട, CEO ആവാം. ഏത് എല്ലാ ഇത് നോക്കുമ്പോഴും എല്ലായിടത്തും ടോപ്പ് പൊസിഷൻ എന്താണ്, CEO ആണ്. CEO എന്ന്. അപ്പോൾ CEO ആവണം എന്നുള്ള മൂഡായി. പിന്നെ ഞാൻ എന്നിട്ട് അവിടെ സ്വിസ്സിൽ നിന്ന് പഠിച്ചിറങ്ങാനുള്ള ടൈമിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് CEO പൊസിഷൻക്കാണ്. എല്ലാ ലിങ്ക്ഡിൻ എടുക്കും, CEO എന്ന് അടിക്കും, എന്നിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ എല്ലാത്തിലും 45-ന് മുകളിലുള്ള ആൾക്കാരെ CEO ആയിട്ട് നിയമിക്കുള്ളൂ ഏത് കമ്പനിയിലും. കാരണം അത്ര എക്സ്പീരിയൻസ് വേണം. 40-45 വയസ്സിലാണ് CEO ആയിട്ട് എടുക്കില്ല. എനിക്കാണെങ്കിൽ അന്ന് ആകെ 22-23 വയസ്സാണ്. എനിക്കാണ് CEO ആവും വേണം. അങ്ങനെ ഇരുന്ന് അപ്ലൈ ചെയ്ത് അവസാനം മനസ്സിലായി ഇതെന്തായാലും നടക്കില്ല. കാരണം എൻ്റെ മെയിലിൽ ഇപ്പോഴും ഉണ്ട്, അൺഫോർച്ചുനേറ്റ്ലി വി ആർ നോട്ട് ഫോർവേഡിങ് വിത്ത് യുവർ അപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ മെയിലുണ്ടാവും. CEO ജനറൽ മാനേജർ ഇത് അങ്ങനെ കൊടുക്കും. അന്ന് കൊടുത്തതിന് കുറേ കമ്പനീസ് ഉണ്ട്. നമ്മളിവിടുത്തെ മാരിയറ്റ്, ലുലു, അങ്ങനെ കുറേ കമ്പനീസ് ഉണ്ട്. അതിന് ശേഷം പിന്നെ അങ്ങനെ മനസ്സിലായി, ഓക്കെ CEO ആരും എടുക്കണ്ട, നമുക്കൊരു കമ്പനി തുടങ്ങിയാൽ എനിക്ക് അതിൻ്റെ CEO ആയിക്കൂടെ അല്ലേ. നമുക്കൊരു കമ്പനി തുടങ്ങിയാൽ അതിൻ്റെ മേലേക്ക് വേറെ ആരും ഇല്ലല്ലോ, എനിക്ക് CEO ആയിട്ട് ഇരുന്നൂടെ.
അങ്ങനെയാണ് കമ്പനി തുടങ്ങുന്ന ഡയമെൻഷൻ. ചിലർ പറയും നിങ്ങൾ ഭയങ്കര വിഷൻ സെറ്റ് ചെയ്തതാണ്. അല്ല, നിങ്ങൾക്ക് CEO ആവാനുള്ള പൂതിക്കാണ് കമ്പനി തുടങ്ങാനുള്ള ഒരു മൂഡ് വരുന്നുണ്ട്. കാരണം മാർക്കറ്റിംഗ് ഇത് പൂട്ടി തെറിച്ചു ഇപ്പോൾ ഇല്ലല്ലോ. അതെ, അപ്പോൾ ഞാൻ കാര്യമായിട്ടൊരു സാധനം ഇതിങ്ങനെ അടുത്തേക്ക് വരുന്ന ഒരു ഫീൽ ചെയ്തിട്ടു. അല്ലല്ലോ മാറ്റണേ, വെറുതെ പറഞ്ഞ. അപ്പോൾ അങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഡെസ്ക്രോ എന്നുള്ള പേരിൽ ഒരു മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങി. നമ്മൾ നാട്ടിൽ മുക്കത്ത് ലോഞ്ച് ചെയ്തു. അന്ന് മാർക്കറ്റിംഗ് നിങ്ങളൊക്കെ പഠിക്കുന്ന സെഗ്മെൻറ്റിൻ്റെ ഒരു എന്താ പറയുക വാല്യൂ, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു വിടുത്ത് ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ കരിയറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ ഡിജിറ്റൽ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഡെസ്ക്രോ എന്ന് പേരിട്ടു. നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. നാട്ടിൽ പേരിട്ടപ്പോൾ വേറെ പേരായിരുന്നു. അങ്ങനെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. ദുബായിൽ നിന്നൊരു വലിയ ബിഗ് ഫിഷ് ഞങ്ങളെ വിളിച്ചു. നിങ്ങളെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി, നിങ്ങളെ ഐഡിയ ഇഷ്ടമായി, ദുബായിലേക്ക് പോരുന്നോ എൻ്റെ കൂടെ, ഞാൻ ഫുൾ ഫണ്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദുബായിൽ പോയി. ദുബായിൽ പോയപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ എന്തോ ചെയ്യാൻ നോക്കി. അട്ടർ ഫ്ലോപ്പായി. അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പെരും താഴ്ചയിലാണ് പോയി. ഞങ്ങളെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങളെ പാർട്ട്നേഴ്സ് അവർക്കൊരു വിഷൻ ഇല്ലായിരുന്നു. അവർക്ക് എന്തോ ഒരു തരത്തിൽ ഇതിനെപ്പറ്റി ഐഡിയ ഇല്ല. ഓരോ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനീൻ്റെ മാർക്കറ്റിംഗ് ഫ്രീ ആയിട്ട് ചെയ്യാൻ 2 ആൾക്കാരെ കിട്ടി, എനിക്കും എൻ്റെ തൻസീമറിൻ്റെ പാർട്ണർക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി പെട്ടു. ഒരു 3 മാസത്തോടെ നരകിച്ച് 4ാമത്തെ മാസം പെട്ടും കെട്ടി ദുബായിൽ നിന്ന് നാട്ടിൽ വന്ന് ഇതാണ്ടായത്. പക്ഷെ ആ നാട്ടിൽ വരുന്ന ടൈമിൽ ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞാൻ ദുബായിലെ 2nd മന്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സാധനമാണ് പേഴ്സണൽ ബ്രാൻഡിങ്. ഞാൻ പറഞ്ഞു പോകുന്നത് അങ്ങോട്ട് കേട്ടോ, പേഴ്സണൽ ബ്രാൻഡിങ്, ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ ബ്രാൻഡിങ്. ഞാൻ അന്ന് അത്രയും മടി പോയ ടൈമിൽ ഞാൻ ചെയ്തതിൻ്റെ വീഡിയോ ആണ് നിങ്ങളുടെ കമ്പനി എങ്ങനെ ഗ്രോ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞ വീഡിയോ ചെയ്യും. എൻ്റെ കമ്പനി അല്ലേ അടിയില്ല. എന്നിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ വന്നതേന് ഏത് നിങ്ങളുടെ കമ്പനി ഞാൻ ഗ്രോ ചെയ്ത് തരാം, നമ്മൾ കോൺടാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് റീലൊക്കെ ഇടാൻ തുടങ്ങി. കമ്പനി ഗ്രോ ചെയ്യേണ്ട 5 ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ആ കോട്ട് ഒരിക്കലും ഞാൻ കോട്ടൊക്കെ ഇട്ടേണ്ട വീഡിയോയിൽ കോട്ടൊക്കെ വിട്ടിട്ട് വീഡിയോ ഉണ്ടെന്ന് നിങ്ങളെ കമ്പനി ഗ്രോ ചെയ്യേണ്ട 5 ടിപ്സ് ഞാൻ പറയാനാണ്. ടിപ്സ് പറയും. കോട്ട് ഊരിൻ്റെ ശേഷം എൻ്റെ കമ്പനിയിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലല്ലോ, ഒരു ക്ലയൻറ്റിനെ പോലും കിട്ടുന്നില്ലല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താന്നുള്ളത് പുറത്ത് ആക്ച്വലി കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നൊരു ആഫ്റ്റർ എഫക്റ്റ് നല്ലപോലെ എനിക്ക് മനസ്സിലായി. നമ്മൾ പൊട്ടി പാളീസാണെന്ന് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും എനിക്ക് വർക്ക് തരുമോ? ഇല്ല. എൻ്റെ കമ്പനി പൊട്ടി പാളീസായി കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആൾക്കാരോട് പറഞ്ഞാൽ ഓൻ പൊട്ടി കിടക്കുക, ഓൻക്കാരും വർക്ക് കൊടുക്കൂല, ആ മൂഡിലെത്തും. അതുകൊണ്ട് അന്ന് ഞാൻ പഠിച്ച സാധനമാണ്. ഇപ്പം നിങ്ങളൊക്കെ ആയിക്കോട്ടെ, നിങ്ങളടുത്ത് അത്യാവശ്യം നല്ല സ്കില്ലുണ്ടാവും. നിങ്ങൾ സ്കിൽസിലാണ് പഠിക്കുന്നത്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്കില്ലുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, എന്തോ ഒരു കാര്യത്തിന് കുറവുണ്ടാവും. മേ ബി അത് സ്റ്റാർട്ടിങ് ട്രബിൾ ആവും, അതല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ സെറ്റ് ചെയ്യണം, എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. ഈ കാരണം കൊണ്ട് നിങ്ങൾ ഒരിക്കലും താഴെ പോകാൻ പാടില്ല. അതിനാണ് പേഴ്സണൽ ബ്രാൻഡിങ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്താണോ സെഗ്മെൻറ്റ് അതിൽ നിങ്ങൾ സ്കിൽഡ് ആണെന്ന് ആൾക്കാർക്ക് തെളിയിച്ചുകൊണ്ടേ നിൽക്കുക. എന്നാൽ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നു കൊടുക്കും. ഇതാണ് മൈൻഡ്. ഓക്കെ, റെഡി? ഇനി ജസ്റ്റ് 1-2 കാര്യങ്ങളോട് പറയാനുള്ളൂ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിജിറ്റൽ കരിയർ ചൂസ് ചെയ്ത ആൾക്കാരാണ്. ഇവിടെയുള്ള സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇവിടെ ഒരുപാട് പാരൻസ് ഉണ്ട്, ഡിജിറ്റൽ സെഗ്മെൻറ്റിലേക്ക് വന്ന ആൾക്കാരാണ്. ഈ സെഗ്മെൻറ്റ് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ ടെക്നോ വാർ നടന്നു കൊടുക്കുകയാണ്. എന്താ ടെക്നോ വാർ? ഇത്രയും ആൾക്കാരാണ് ഇതേ സെഗ്മെൻറ്റിൽ പഠിക്കുന്നതും പഠിക്കാൻ പോകുന്നതും പഠിച്ചിറങ്ങുന്നതും. അത്രയും ആൾക്കാർ, കോമ്പറ്റീഷൻ ഈസ് റിയലി ഹൈ അല്ലേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഡിസൈനിങ് ആയിക്കോട്ടെ, UI UX ആയിക്കോട്ടെ, മോഷൻ ഗ്രാഫിക്സ് ആയിട്ട് ഇത് പഠിച്ചിറങ്ങുന്ന ആൾക്കാരുടെ കൗണ്ട് ഭയങ്കര കൂടുതലാണ്. കാരണം എല്ലാവരും ചൂസ് ചെയ്യുന്ന സെഗ്മെൻറ്റാണ് ഇപ്പോൾ ഇത്. നല്ല ഗ്രോത്തുള്ള സെഗ്മെൻറ്റാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും എടുക്കും. പക്ഷേ നിങ്ങളൊന്ന് മാർക്കറ്റിൽ അന്വേഷിച്ച് നോക്കുക, ആർക്കൊക്കെ ഇതിൽ ജോലി കിട്ടുന്നുണ്ട്, ആരൊക്കെ നല്ല വൃത്തിക്ക് കരിയർ കൊണ്ടുപോകുന്നുണ്ട്, ഒന്നും അന്വേഷിച്ച് നോക്കുക. ഭയങ്കര കുറവേ കാരണം. നമ്മളെ നാട്ടിലൊക്കെ സാലറി റേഞ്ച് ഭയങ്കര കുറവാണ് കൊടുക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് റീസൺസ് ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മളെ ഇൻ്റർവ്യൂസിൽ ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയിലോട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഹയർ ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ നോക്കലുണ്ട് എന്നുള്ളതുണ്ട്. ഒന്ന്, നിങ്ങൾ ഏതെങ്കിലും ഒരു നിഷിൽ ഭയങ്കര സ്കിൽഡ് ആവണം. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ എത്ര ആൾക്കാരുണ്ട് ഇതിൽ? അല്ലെങ്കിൽ കഴിയുന്ന എത്ര ആൾക്കാരുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? 1 2 3 4 5 6. ഓക്കെ. ഗ്രാഫിക് ഡിസൈനിങ്, UI UX, സിനിമാറ്റിക് വീഡിയോഗ്രാഫി, വീഡിയോ പ്രൊഡക്ഷൻ, എഡിറ്റിംഗ്, അതില്ല. ഓക്കെ, ഡൺ. ഈ സെഗ്മെൻറ്റിൻ്റെ ഒക്കെ പ്രത്യേകത തരാം. ഇതൊക്കെ ഒരു ജനറൽ സെഗ്മെൻ്റ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ SM വരുന്നുണ്ട്, ഗൂഗിൾ ആഡ്സ് വരുന്നുണ്ട്, SEO വരുന്നുണ്ട്, മെറ്റാ ആഡ്സ് വരുന്നുണ്ട് അല്ലേ? ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നില്ലേ? ഇതിൽ നിങ്ങൾ ഏതിലാ സ്പെഷ്യലൈസ്ഡ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഏതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത്?
ടു ബി ഫ്രാങ്ക്, ഒരു ഡിജിറ്റൽ മാർക്കറ്റ്, ഒരു മാർക്കറ്റിംഗ് കമ്പനി റൺ ചെയ്യുന്ന ആളാണ് ഞാൻ. ദുബായിൻ്റെ റിക്രൂട്ട്മെൻറ്റ് അവരുടെ ബോർഡിൽ ഞാൻ ഇരിക്കലുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺലി പറയട്ടെ നിങ്ങളോട്, നിങ്ങൾക്ക് അത് എങ്ങനെ എടുക്കാം. നിങ്ങളൊരു കോമൺ ഡിജിറ്റൽ മാർക്കറ്റായിട്ട് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പണി തരുകയാണെങ്കിൽ തന്നെ ചെറിയ സാലറി ഒക്കെ തരുള്ളൂ. നിങ്ങൾക്കുള്ള സെഗ്മെൻറ്റിൽ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾ ഷാർപ്പൻ ചെയ്യണം. ഇപ്പോൾ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഐദർ ആൾ മെറ്റാഡ് എക്സ്പേർട്ട് ആവണം, ബാക്കിയൊന്നും ഞാൻ ചോദിക്കില്ല. ഇപ്പം എന്നോട് ഇൻ്റർവ്യൂ ആൾ പറയുകയാണെങ്കിൽ എനിക്ക് SEO അറിയാം, എനിക്ക് ഗൂഗിൾ ആഡ്സ് അറിയാം, എനിക്ക് അതറിയാം, എനിക്കതറിയാം, അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ തന്നെ ആളെ ഞാൻ പ്രിഫർ ചെയ്യില്ല. അതിന് പകരം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ഒരു കാര്യം വൃത്തിക്ക് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ ആളെടുക്കും ആ സെഗ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ ആൾക്കാർ സ്പെഷ്യലൈസ് ചെയ്യേണ്ട ഒരു സെഗ്മെൻറ്റ് ഏതാണെന്നുള്ള നിങ്ങൾ ചൂസ് ചെയ്യണം. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗൂഗിൾ ആഡ്സ് ഒരാൾക്ക് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ് എക്സ്പേർട്ട് ആയിട്ട് ആൾക്ക് നല്ല സാലറി കിട്ടും. മെറ്റാഡ്സിൽ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് പെർഫോം പറ്റുന്നുണ്ട്, മെറ്റാഡ്സിൽ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാലും സാലറി കിട്ടും. ഇനി അതല്ല SEOയിൽ നല്ല വൃത്തിക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല സാലറി കിട്ടും. അതല്ലാതെ കോമൺ ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറഞ്ഞ പൊസിഷൻ വൈസ് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ ഇരുന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്ന വർക്കുകളാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനുള്ളൂ. അത്യാവശ്യം സ്കിൽഡ് വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യണം ഒരു ഏരിയയിൽ. അപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റ് പഠിക്കാനാണെന്നല്ല പഠിക്കാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയവരാണെങ്കിൽ ആലോചിക്കുക, നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും വൃത്തിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഫീൽഡ് ഏതാണെന്നൊന്ന് ആലോചിക്കുക. അതിൽ ഷാർപ്പൻ ചെയ്യുക, സ്കില്ല് നല്ലപോലെ ഡെവലപ്പ് ചെയ്യുക. വെറുതെ 1-2 കമ്പനീൻ്റെ പേജ് എടുത്ത് വർക്കൗട്ട് ചെയ്യുക, ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക, എന്നിട്ട് മാർക്കറ്റിൽ ഇറങ്ങുക. എന്നാലേ പണി കിട്ടുള്ളൂ നല്ല സാലറിയിൽ. അതല്ലെങ്കിൽ ഭയങ്കര മുഷ്കിലാണ്. സാധനം മനസ്സിലായോ? ഇനി ഡിസൈനിങ്ങൊക്കെ വരാം. ഒരുപാട് ഡിസൈനേഴ്സ് നാട്ടിലുണ്ട്. ഡിസൈനേഴ്സിന് ആകെ മാറ്റിയിരുന്നത് ക്രിയേറ്റീവ് തോട്ടുള്ള ഡിസൈനേഴ്സ് കുറവാണ്. നിങ്ങൾ ഡിസൈനിങ് പഠിക്കുന്നുണ്ട്, ഡിസൈനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് അതിൽ ഇൻബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെടുക്കും എൻ്റെ കമ്പനിയിൽ, സത്യമായിട്ട്. കാരണം ഡിസൈനേഴ്സിന് ക്രിയേറ്റീവ് തിങ്കിങ് കുറവാണ്. അവർക്ക് നമ്മളിപ്പോൾ ഈ ഒരു സാധനം ഇതുപോലെ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിസൈൻ ചെയ്ത് തരും. മേ ബി ഫോട്ടോഷോപ്പ് ആയിക്കോട്ടെ, ഇല്ലുസ്ട്രേറ്റർ ആയിക്കോട്ടെ, എങ്ങനെയാച്ചാൽ അവർ ഡിസൈൻ ചെയ്ത് തരും. പക്ഷേ ആ സാധനം കൊടുക്കുന്നതിന് മുന്നേ അത് തിങ്ക് ചെയ്ത് അവർക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ അത് പെർഫെക്റ്റ് ഡിസൈനർ ആവും. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇങ്ങനത്തെ ഒരു സെഷൻ നടക്കുന്നുണ്ട്, സ്കിൽസ് എന്ന് പറഞ്ഞ സെഷൻ നടക്കുന്നുണ്ട്, ആൾക്കാരെ അങ്ങനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയേറ്റീവ് പോസ്റ്റർ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ആ പോസ്റ്റർ കണ്ടാൽ തന്നെ നമ്മളെ മൈൻഡ് ഹുക്ഡ് ആവുന്ന തരത്തിലുള്ളൊരു ക്രിയേറ്റീവ് ഡിസൈൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ലത്. അതല്ലാണ്ട് ഞാനൊരു പോസ്റ്റർ കാണിച്ചത് ഇതുപോലത്തെ ഒരു പോസ്റ്റർ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ AI ഒക്കെ വന്ന സ്ഥിതിക്ക് കോമ്പറ്റീഷൻ കൂടുമോ, നമ്മൾ ജോബ് മാറിപ്പോവോ, ജോബ് കിട്ടാണ്ടാവുമെന്ന് ചിലർ ചോദിക്കലുണ്ടല്ലോ. നിങ്ങൾ AI ഇപ്പോൾ ചെയ്യുന്ന പോലെയുള്ള സെഗ്മെൻറ്റിൽ AI ഇൻബിൽഡ് ചെയ്ത് ക്രിയേറ്റിവിറ്റി ഇൻബിൽഡ് ചെയ്ത് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി ഒരിക്കലും AIക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കവർ ചെയ്യാൻ പറ്റൂല. ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി വേറെ തന്നെയാണ്. യോജിക്കുന്നുണ്ടോ നിങ്ങൾ? മനുഷ്യന്മാരെ ഇമോഷണൽ ഇൻ്റലിജൻസും ഹ്യൂമൻ ഇൻ്റലിജൻസും ഹ്യൂമൻ തിയറിറ്റിക്കൽ നോളജും വേറെ തന്നെയാണ്. AIക്ക് അതില്ല. AIക്കുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, ഇപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ അവിടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമോ ഡിസൈനേഴ്സിന്, ആ ഡിസൈനേഴ്സിന് പെർഫോം ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഒരു ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്ത് ഒരു സെഗ്മെൻറ്റ് ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അവരും നല്ല രീതിക്ക് പെർഫോം ചെയ്യും. ഈ UI UX ആയിക്കോട്ടെ, നിങ്ങൾ ടൈലേർഡ് ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അതിന് ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ വാല്യൂ ഇല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഇപ്പോൾ വേണ്ട. അതിന് പകരം സ്പെഷ്യലൈസ്ഡ് കമ്പനീസാണ് ആൾക്കാർ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഇൻ്റെത് കോണ്ടന്റ് ക്രിയേഷൻ കമ്പനി ഉണ്ട്, ഡെസ്ക്രോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല, കോണ്ടന്റ് ക്രിയേഷന് വേണ്ടി മാത്രമുള്ള കമ്പനിയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് SEO ചെയ്യുക വെച്ചാൽ ഞാൻ പറയും നമ്മൾ ചെയ്യൂല എന്ന് പറയും. ഗൂഗിൾ ആഡ്സ് ചെയ്യുക വെച്ചാൽ ഞാൻ പറയും ചെയ്യൂല എന്ന് പറയും. കോണ്ടന്റ് ക്രിയേഷൻ മാത്രം ഞങ്ങൾ ചെയ്യുക. ചില കമ്പനീസ് SEO മാത്രം ചെയ്യുള്ളൂ, ചില കമ്പനീസ് ഗൂഗിൾ ആഡ്സ് മാത്രം ചെയ്യുള്ളൂ, ചില കമ്പനീസ് പെർഫോമൻസ് മാർക്കറ്റിംഗ് മാത്രമേ ചെയ്യുള്ളൂ. അതാണ് മാറ്റം. സോ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുക ഒരു ഏരിയയിൽ മാത്രം, എന്നിട്ട് നല്ല വൃത്തിക്ക് സ്കില്ല് ഉണ്ടാക്കുക. അതല്ലാണ്ട് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും നീന്തുന്ന പോലെ 10,000-നും 12,000-നും 15,000-നും സാലറിയിൽ വർക്ക് ചെയ്യേണ്ടി വരും. അതിനാ പറഞ്ഞത് മാക്സിമം നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് സ്കില്ല് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യാം. ഇതാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യം. പിന്നെ മാർക്കറ്റിനെ കുറിച്ച് നല്ലപോലെ നോളജ് ഉണ്ടാക്കുക. ഈ ഒരു ഡിജിറ്റൽ കരിയർക്ക് ഇറങ്ങുകയാണെങ്കിൽ എന്താണ് മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന ഫീൽഡ് ഏതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവുന്ന മാർക്കറ്റിംഗ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ള ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രി ഏതാണ്, നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന കരിയർ എവിടെയാണെങ്കിലും അവിടെ നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതും. ഇനി എപ്പോഴും പറഞ്ഞ ഡയലോഗുണ്ട്, നിങ്ങൾ പൈസ ഉണ്ടാക്കണമല്ലോ നമുക്ക്, അല്ലേ വേണ്ടേ?
ഇപ്പം എത്രയൊക്കെ നമുക്ക് വേണ്ട അതാൾ മതി, അത്ര അമിത ആഗ്രഹമില്ല എന്ന് പറഞ്ഞാലും ക്യാഷ് വേണ്ടേ, സാലറി വേണ്ടേ, നല്ല സാലറി വേണ്ടേ. ഈ ക്യാഷ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എവിടെ അറിയോ? നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആരുടെ അണ്ടറിലാണെന്നുള്ളത് ഒരു ഭയങ്കര ഫാക്ടറാണ്. ആരുടെ അണ്ടറിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരു ഫാക്ടറാണ്. രണ്ടാമത് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യണം എന്നുള്ളത് ഫാക്ടർ. ഏത് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യും, ചിലർ കമ്പനിയിൽ വർക്ക് ചെയ്യും, ചിലർ കമ്പനി ഡെവലപ്പ് ചെയ്യും. ഇതൊക്കെ ഓരോ രീതികളാണ്. ഈ രീതികൾ മാറ്ററാണ് നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടാക്കാൻ. രണ്ടാമത് ആരുടെ അണ്ടറിലാണ്. ചിലർ നല്ല വിഷൻ ഓറിയൻറ്റഡ് ലീഡറിൻ്റെ അണ്ടറിലാണ് നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രോ ചെയ്യും. അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് അവിടെ ഇരിക്കും. ആരുടെ അണ്ടറിലാന്നുള്ളത്. സോ ഈ കാര്യം വൃത്തിക്ക് നോക്കുക. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടുള്ള പ്ലേസ്മെൻ്റ് ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞിട്ടുള്ള സെഗ്മെൻറ്റ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇതാണ് മെയിനായിട്ട് ഡിജിറ്റൽ കരിയർ ഉള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്. സോ ഞാൻ സെഷനിൽ ടോപ്പിക്സ് അങ്ങനെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ള ആളല്ല, ജസ്റ്റ് ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ വന്നാണ്. ഐ ജസ്റ്റ് നീഡ് ഒരു 5 or 6 questions ഫ്രം യുവർ എൻഡ് ടു ഇൻട്രാക്ട്. നിങ്ങൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും കാര്യം, ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ കോണ്ടന്റ് കാണുന്നവരുണ്ടാവും, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയുന്നവരുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്യൂരിയസ് ഉള്ള എൻ്റെ Q&A കാണലുണ്ടോ നിങ്ങൾ? എൻ്റെ Q&Aയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻ. ഒരുപാട് പേര് അവരുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഗ്രോത്ത് റിലേറ്റഡ് ആയിക്കോട്ടെ, കരിയർ റിലേറ്റഡ് ആയിക്കോട്ടെ, ലൈഫ് റിലേറ്റഡ് ആയിക്കോട്ടെ, ബിസിനസ് റിലേറ്റഡ് ആയിക്കോട്ടെ, എന്തെങ്കിലും കാര്യം എനിക്ക് അറിയുന്നതാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് ഒരു 5 minutes ഫോർ ദാറ്റ് ഇൻട്രാക്ഷൻ. ഒരു 4-5 ചോദ്യം ചോദിക്കുക, ഞാൻ അതിന് എനിക്ക് അറിയുന്ന ഉത്തരം പറയും, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഡൺ ഡൺ റെഡി? ആ മൈക്ക് എവിടെ? യെസ്, ലെറ്റ്സ് ആസ്ക്. നിങ്ങൾക്ക് എന്തും ചോദിക്കട്ടെ, എന്തും ചോദിക്കാം. അതായത് ഡിജിറ്റൽ കരിയറിനെ കുറിച്ച് ചോദിക്കാം, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചോദിക്കാം, നിങ്ങളുടെ സെഗ്മെന്റിനെ കുറിച്ച് ചോദിക്കാം, ബിസിനസ്സിനെ കുറിച്ച് ചോദിക്കാം, ലൈഫ് ടോക്സ് ചോദിക്കാം. അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യും. പിക്ക് ദാറ്റ് ഓപ്പർച്യൂണിറ്റി പിക്ക് ചെയ്യുക. എനിവൺ എനിത്തിങ്. എന്തും ചോദിക്കാം. ആർക്കും വേണമെങ്കിൽ ചോദിക്കാം, എന്തും ചോദിക്കാം. അല്ല, അങ്ങനെയല്ല. നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള എന്തെങ്കിലും മൈനോട്ട് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഗ്രോത്ത് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ബിസിനസ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ജസ്റ്റ് ആസ്ക്. ഒരു 4-5 ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ നമുക്ക് നേരെ വേണ്ടി പോയി. 4 ഒന്നാണെങ്കിലും കുഴപ്പമില്ല, നല്ല വൃത്തിക്ക് ചോദിച്ചാൽ മതി. കാരണം ടോപ്പിക് പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളെടുത്ത് നിന്ന് വരുന്ന ടോപ്പിക്കാണ് എനിക്ക് ടോപ്പിക്കായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഉണ്ടോ എനിവൺ? ആർക്കില്ലേ? ഒരു ചോദ്യമില്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷനിൽ സാധാരണ ക്വസ്റ്റ്യൻ ആൻസർ അല്ല. ഞാൻ എന്തൊക്കെ സ്റ്റേജിൽ ഡയലോഗ് അടിച്ചാലും അവസാനം ഒരു കുറച്ച് ചോദ്യങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. അതുമ്മലാണ് ഞാൻ സാധാരണ ഇൻട്രാക്ട് ചെയ്യല്. ഏറ്റവും കൂടുതൽ എനിക്ക് സമയം പോലെ ക്വസ്റ്റ്യൻ ആൻസറും ഇല്ല. ഇതിനാണ് ഞാൻ നേരെ പെട്ടെന്ന് ഇങ്ങനെ വെച്ചത്. ഇല്ല, ക്വസ്റ്റ്യൻസ് ഇല്ല. ആർക്കില്ല? ഉണ്ടോ? അവിടെ ഇനീഷ്യേറ്റേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾ ചോദിച്ചാൽ മതി, ബാക്കിയുള്ളവർക്ക് ചോദിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. ഇവിടെ ചോദിച്ചില്ല, ഒറ്റ അടുത്ത്. ഒരു പുതുതായി സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പുതുതായി സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ട ഒരു വ്യക്തിയോട് താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയുക? പുതുതായിട്ട് സ്റ്റാർട്ടപ്പ്, ഓക്കെ, ഓൺടർപ്രണർഷിപ്പിൽ ഇറങ്ങുന്ന പുതുതായിട്ട് കമ്പനി തുടങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ള 1-2 കാര്യം ജസ്റ്റ് സിമ്പിളാണ്. ഒന്ന്, വാലിഡേഷൻസ് എടുക്കുക, ഫീഡ്ബാക്സ് എടുക്കാണ്ടിരിക്കുക. അതായത് നമ്മൾ അഭിപ്രായം ചോദിക്കുമല്ലോ. ഞാനിപ്പോൾ ഒരു കമ്പനി തുടങ്ങാനുള്ള ഒരു ഐഡിയ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ അതിനോട് അഭിപ്രായം ചോദിക്കും ആൾക്കാരോട്. ഇതെങ്ങനെയുണ്ട് ചോദിക്കും. ഒരാൾ നല്ലത് പറയില്ല, എഴുതി വെച്ചോ നല്ലത് പറയില്ല. കാരണം ഒരാൾ വളരുന്ന മറ്റാൾക്ക് ഇഷ്ടാവില്ല. നമ്മൾ ക്ലോസ് ഉമ്മയിപ്പം അല്ലാത്തത് ഞാൻ പറഞ്ഞത്. ഫ്രണ്ട്സിനോടായിക്കോട്ടെ, ഫാമിലീസിലുള്ള ഒരാൾ ചോദിച്ചാൽ അവരെന്താ പറയാ? കമ്പനിയൊക്കെ തുടങ്ങൽ ഇടങ്ങാറാണ് മോനെ, ഇടങ്ങാറ്, നമുക്ക് വല്ല പണിക്കും പോയാൽ പോരെ, എന്തിനാ കമ്പനി തുടങ്ങണം? എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫീഡ്ബാക്ക് ചോദിക്കുക, അതിൻ്റെ പകരം വാലിഡേഷൻ ചോദിക്കുക. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നുണ്ട്, അതിൽ ഇങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ, ഇത് ഏത് ചെയ്യുന്ന ബെറ്റർ എന്ന് വാലിഡേഷൻ ചോദിക്കുക. അത് ഫീഡ്ബാക്ക് അല്ല, അത് വാലിഡേഷൻ എടുക്കല. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ, ഇപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു കമ്പനീൻ്റെ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ അത് ഇങ്ങനെ തുടങ്ങാനുള്ള ഒരു പ്ലാൻ, അത് ഇത് തുടങ്ങണം. അതിൽ മൂപ്പര് ഒപ്പീനിയൻ പറയും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് തുടങ്ങണം ബെറ്റർ. ദാറ്റ് ഈസ് വാലിഡേഷൻ, അത് ഫീഡ്ബാക്ക് അല്ല. അതായത് നമ്മളടുത്തുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഉറപ്പ് വരുത്തുക. ഫീഡ്ബാക്ക് ചോദിച്ചാൽ നെഗറ്റീവാണ്. നമ്മളെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർ എന്ത് പറയും? അടിപൊളി മോനെ, ചിലപ്പോൾ 5 പൈസക്കില്ലാത്ത ഐഡിയ കയറും. ഫീഡ്ബാക്ക് നമ്മളൊപ്പമുള്ള ആൾക്കാരോട്, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ഇവളോട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇവിടെ പറയും, എൻ്റെ മോനെ സൂപ്പർ, കിഡിലൻ സംഭവം, 5 പൈസക്ക് ഉണ്ടാവില്ല ഐഡിയ.
ഇനി നേരെ മറിച്ച് എന്നെ തീരെ ഇഷ്ടമില്ലാത്ത ഒരാൾ, പക്ഷെ എനിക്കറിയില്ല അവർക്ക് എന്നോട് വെറുപ്പാണെന്നുള്ളത്, ഞാൻ ആളോട് ചോദിക്കണം ഈ ഐഡിയ എങ്ങനെയുണ്ട്, ആൾ പറയും അടിപൊളി ഐഡിയടാ, കിടിലൻ ഐഡിയ, അയക്കോ വയ്ക്കോ, ആ പോയി പേടാടാ ചെങ്ങയ്യെ, ഈ മൂടാ. അപ്പോൾ ഫീഡ്ബാക്സ് എടുക്കാണ്ട് ഓവർ മെൻറ്റേഴ്സിൻ്റെ അടുത്തുനിന്നോ അതല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് മാത്രം ഫീഡ്ബാക്സ് എടുക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള റീസൺ അല്ലെങ്കിൽ കമ്പനി തുടങ്ങാനുള്ള അവരെ എന്താ പറയുക അവർ ഹോൾഡ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ്ബാക്സ് കിട്ടുന്നതുകൊണ്ടാണ്. ഫീഡ്ബാക്സ് നെഗറ്റീവായിട്ട് കിട്ടും, അപ്പോൾ തളരും. ഓരോ ഫീഡ്ബാക്സ് കിട്ടും. വാലിഡേഷൻസ് എടുക്കുക മാക്സിമം. രണ്ടാമത്തത് അൺപ്ലാൻഡ് ഇവൻറ്റ്സിന് പ്രിപ്പയർഡ് ആവുക. അതായത് അൺപ്ലാൻഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി എന്തോ സംഭവിക്കാം. കമ്പനി തുടങ്ങുമ്പോൾ ചിലപ്പം പൈസ വരാം, ചിലപ്പോൾ പൈസ പോവാം. അതിനൊക്കെ പ്രിപ്പയർഡ് ആവുക. ഫണ്ട് ഇങ്ങനെ വരും, പ്രോഫിറ്റ് ഇങ്ങനെ വരും എന്ന് ചിന്തിച്ച് മാത്രം എടുക്കാണ്ടിരിക്കുക. രണ്ട് പെർസെപ്ഷൻ ഉണ്ട്, പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം. ഇത് രണ്ടിനും മിക്സാണ് നമ്മളെ മൈൻഡിൽ വേണ്ടത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ക്ലയൻസ് ഉണ്ടാവില്ല, അത് അതിൻ്റെ ഒരു സിറ്റുവേഷനാണ്. അതല്ലാണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളെ കൈമക്ക് 6 ലക്ഷങ്ങൾ കൊടുന്നു തരില്ല. സോ അതിന് പ്രിപ്പയർഡ് ആവുക, ഇവൻസിന് റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആവുക. ഇതാണ് മെയിൻ തിങ്സ്. അവിടെ ഇവിടെ ഒന്ന് മൈക്കോട്ട്. ഐ ഹോപ്പ് ദാറ്റ് ക്ലാരിഫൈ. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കണം കേട്ടോ. അനീസ് ബ്രോ ആണോ? അന്നാണ് അനീസ് ബ്രോ. എന്താണ് അയാള്? അനീസ് ബ്രോ എൻ്റെ ഫൗണ്ടേഴ്സ് ലീഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നടത്തുന്ന ബിസിനസ് മെന്റർഷിപ്പ് ഉണ്ട്, അതിലുള്ള ആളാണ്. ആൾ മീറ്റ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നതാ. സ്കിൽ സെറ്റ് ഒരു ബന്ധമില്ല. ഗൈസ് ഒരു ക്ലാപ്പ് കൊടുക്കോ? താങ്ക് യു സോ മച്ച്. അനീസ് ബ്രോ ഭയങ്കര ഒരു പവറുള്ള മനുഷ്യനാട്ടോ, നല്ല നോളജുള്ള മനുഷ്യനാണ്. ഓക്കെ, ഒരു ബ്രാൻഡ് നമ്മൾ പൊസിഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ബ്രാൻഡ് പൊസിഷൻ ചെയ്യുമ്പോൾ മിസ്പ്ലേസ്ഡ് ആവാണ്ടിരിക്കുക നോക്കുക, അത്രേ ഉള്ളൂ. ബ്രാൻഡ് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാരുടെ മൈൻഡിൽ നമ്മളെ തീം എങ്ങനെയാണെന്നുള്ളത് എത്തിക്കലാണ്. ഇപ്പോൾ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയും വർക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് വർക്ക് എനിക്ക് ആദ്യം ഒരു ക്ലയൻറ്റിന് ഓൺബോർഡ് ആവാൻ വേണ്ടിയിട്ട് 10,000 റുപ്യക്ക് ഞാൻ കൊടുക്കുക. 30,000 റുപ്യാണ് നമ്മളെ സർവീസ് കോസ്റ്റ്. പക്ഷേ നമ്മളത് 10,000 റുപ്യക്ക് കൊടുക്കുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പ്രൈസ് കൂട്ടാന്ന് പറയും. ഇത് ബ്രാൻഡ് പ്ലേസ്മെൻറ്റിനെ നല്ലപോലെ ബാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 10,000 റുപ്യക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പൈസ കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ ആ രീതിക്കാണ് മാർക്കറ്റിൽ പേര് വരിക. ഓൻ്റെ പ്രൈസിങ് 10,000 റുപ്പീസ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഞാൻ പ്ലേസ്മെൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ എൻ്റെ കമ്പനി ഞാനിപ്പോൾ അനീസ് ബ്രോക്ക് ഞാൻ 10,000 റുപ്പീസിന് എൻ്റെ മാർക്കറ്റിംഗ് ഞാൻ വിറ്റു. ആളുടെ മാർക്കറ്റിങ്ങിനെ ഏൽപ്പിച്ചു, ഞാൻ 10,000 റുപ്പീസ് വാങ്ങി. രണ്ടാമത്തെ ആൾ റെഫർ ചെയ്യുന്ന ആളും ഇതേ പ്രൈസ് കണ്ടിട്ടാണ് വരല്. സോ ഈ റെഫറൻസ് ചെയിൻ സർക്കിൾസും വേർഡ് ഓഫ് മൗത്തും പോകുന്നത് വഴി നിങ്ങൾ മിസ്പ്ലേസ്ഡ് ആവും. പിന്നെ ഇൻ്റർനാഷണലി പ്ലേസ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും ചിലർ, എനിക്ക് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ചെയ്യണമെന്ന് പറയും. അവരൊരിക്കൽ റീജിയണൽ പ്ലേസ്മെൻറ്റ് വരാൻ പാടില്ല. അതായത് നമ്മളെ മലയാളീസിൻ്റെ നമ്മളുടെ മുഖം വെച്ചിട്ടുള്ള കോണ്ടന്റുകൾ പേജിൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വോണ്ട് ബി ഇൻ്റർനാഷണൽ. ആ ധാരണ ഉണ്ടാവുക. ഇപ്പോൾ ചിലർ പറയും എനിക്ക് ഇൻ്റർനാഷണൽ ക്ലയൻസിനെ പിടിക്കണം എന്ന് പറയും. എന്നിട്ട് അവരെ പേജ് നോക്കുമ്പോൾ ഉണ്ടാവും അതിൽ മലയാളികളും മലയാളം സംസാരിക്കണം, നമ്മളെ മുഖം നമ്മൾ അങ്ങോട്ട് തിരിയണം, നമ്മൾ ഇങ്ങോട്ട് തിരിയണമൊക്കെ. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടത് അതല്ല, ഇൻ്റർനാഷണൽ ഫേസസ് വരുന്നതിൽ ആ രീതിക്ക് വേണം പ്ലാൻ ചെയ്യാൻ. സോ പ്ലേസ്മെൻറ്റിന് ഏറ്റവും ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കമ്പനി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ ഫോൾട്ടുകളുണ്ട്. പ്രൈസ് കുറച്ച് കൊടുക്കുക, അതൊരു ഫോൾട്ടാണ്. പ്രൈസ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ലെവൽ നമ്മൾ ബ്രാൻഡ് ചെയ്യപ്പെടും. രണ്ടാമത്തത് നമ്മൾ കോംപ്രമൈസ് ചെയ്യും ക്ലയൻസിന്. ആയിക്കോട്ടെ നമ്മൾ ഇത്ര ചെയ്തു തരാം. അപ്പം ഞാനൊരു 10 ഡെലിവറബിൾസ് ഓഫർ ചെയ്യുന്ന ക്ലയൻസ് ഞാൻ പറയും ഒരു 15 ചെയ്തു തരാം, നിങ്ങൾ ആ പൈസ എടുത്തോളൂ പറയും. കോംപ്രമൈസിങ് ഒരിക്കലും പാടില്ല. ഈ കോംപ്രമൈസിങ് ഉള്ളതുകൊണ്ടാണ് ബ്രാൻഡിൻ്റെ പ്ലേസ്മെൻറ്റ് മാറുന്നത്. കോംപ്രമൈസിങ്ങും പിന്നെ പ്രൈസിങ് ഏറ്റവും കുറച്ച് കൊടുക്കുന്നത്. ഇതാണ് മിസ്പ്ലേസ്മെൻറ്റ് വരാനുള്ള ഏരിയാസ് കമ്പനി തുടങ്ങുമ്പോൾ. ഓക്കെ, വേറുണ്ടോ? ഹലോ, എൻ്റെ അടുത്ത് ഉത്തരമുണ്ട്. ഞാൻ സാറിൻ്റെ അഭിപ്രായം അറിയാനാണ് ചോദിക്കുന്നത്. ഒരു പാഷനും പ്രൊഫഷനും രണ്ട് വിപരീത ദിശയിൽ പോകുന്ന ആളുകളാണ്. അപ്പം ഞാൻ ഇവിടെ സ്കിൽസിൽ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം ഇങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് തൊട്ടടുത്ത് ഫ്രണ്ട് പുള്ളി ഡോക്ടറാണ്, എന്നിട്ട് ഡിസൈൻ ചെയ്യാൻ പഠിക്കും. ഞാൻ ഒരു കമ്പനിയിൽ ക്വാളിറ്റി കൺട്രോളറായിരുന്നു. മൈക്രോബയോളജി കഴിഞ്ഞിട്ട് ക്വാളിറ്റി കൺട്രോളറായിട്ട് പുറത്ത് വിദേശത്ത് വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസൈൻ അതേ ഇഷ്ടമുണ്ട്, സ്വയം പഠിച്ചെടുത്തിട്ട് കുറേ വർക്കുകൾ ചെയ്യുന്നുണ്ട്, ഫ്രീലാൻസായിട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്നും കൂടി അപ്ഗ്രേഡ് ചെയ്ത് ഇനി കുറച്ച് കാലം പാഷന് പുറകെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്തത്. അപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് പിന്നെ അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ ഉള്ള ഒരു പ്രൊഫഷനും എന്താവും എന്നറിയാൻ പറ്റാത്തൊരു പാഷനും ഉണ്ടാവുമ്പോൾ എന്തിനു പിറകെ പോകാനാണ് സാർ ആഗ്രഹിക്കുന്നത്? ആളടുത്ത് അതിൻ്റെ കംപ്ലീറ്റ് ഉത്തരം ഉണ്ട് കേട്ടോ. ഉത്തരം ഉണ്ടായിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ മൈൻഡിലുണ്ട്, നിങ്ങളൊന്ന് പറയണേ കേൾക്കട്ടെ. അങ്ങനെയല്ല, ദാറ്റ്സ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്ലാപ്പ് കൊടുക്കും.
നല്ലൊരു ചോദ്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഏരിയയാണ് പാഷന്, പ്രൊഫഷന്. ഇത് ഇവിടെ കിടക്കണത്, ഇത് ഇവിടെ കിടക്കണത്. എൻ്റെ പാഷൻ എന്താ അറിയോ? ഞാൻ പാട്ടോടെ ഡാൻസ് കളിക്കുക. അതായിരുന്നു എൻ്റെ പാഷൻ. നിങ്ങൾക്ക് അറിയില്ല, ചിലർ കണ്ടിട്ടുണ്ടാവും കേട്ടോ, ചിലർക്ക് അറിയാം. ഇതിൻ്റെ പേജ് താഴെ നോക്കിയാൽ കാണാം. എനിക്ക് പോണ്ടിച്ചേരി പഠിക്കുന്ന ടൈമിൽ ഡാൻസ് ക്ലബ്ബ് ഉണ്ട്. ഞാൻ 200 സ്റ്റുഡൻസിനെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാട്ട് പാടാൻ ഇവൻസിന് പോകാറുണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ പാഷൻ. പക്ഷെ പ്രൊഫഷൻ ഇപ്പം ഞാൻ ചെയ്യുന്നത് അതല്ല. ഇതിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, ഇതിൻ്റെ വ്യൂ ആണ് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് ഇനഫ് ടൈം ടു ടെസ്റ്റ് യുവർ പാഷൻ, ഗോ ഓൺ വിത്ത് ദാറ്റ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പാഷന് അത്യാവശ്യം ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നവരെ സെറ്റ് ചെയ്യാൻ, ടെസ്റ്റ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാഷൻ ടെസ്റ്റ് ചെയ്യാം. പാട്ട് എന്ന് പറഞ്ഞ കരിയറോ ഡാൻസ് എന്ന് പറഞ്ഞ കരിയറോ എനിക്ക് ഭയങ്കര കോമ്പറ്റീഷൻ. അതായത് അങ്ങനെ പ്രൊഫഷൻ പൈസ കുറേ ബിൽഡ് ചെയ്യൽ ടാസ്ക്കാണ് അല്ലേ. സോ എനിക്ക് അതുവരെ കാത്തുകളുള്ള സിറ്റുവേഷൻ അല്ല എൻ്റെ വീട്ടിൽ. വിച്ച് മീൻസ് ഞാൻ കരിയർക്ക് ഇറങ്ങുന്ന ടൈമിൽ എൻ്റെ വീട്ടിൽ അത്യാവശ്യം കടം നല്ലപോലെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉപ്പൻ്റെ ഏറെക്കുറെ പൊടി തീർന്നിട്ടുണ്ട് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ വീട്ടിൽ ഞാനൊരു മോനാണ്, അത്യാവശ്യം ബാധ്യതകളുണ്ട്. എനിക്കൊരു 3-4 കൊല്ലം പാട്ട് വെറുതെ പാടി റെഡി ആവുമെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് പാഷൻ സൈഡാക്കി വെച്ച് പ്രൊഫഷൻ ഏർണിങ്സിന് ഫോക്കസ് ചെയ്തിട്ട് പ്രൊഫഷണലി ഒന്ന് എടുത്ത് ഇപ്പം ഞാൻ പാട്ട് പാടാറുണ്ട്. കുറച്ച് ഫണ്ടൊക്കെ വരാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഇടയ്ക്ക് സ്റ്റോറീസിൽ പാട്ട് പാടിയിടലുണ്ട്, ചിലപ്പോൾ കാണലുണ്ടാവും. അതായത് ബേസിക് ഫിനോമിന ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രൊഫഷൻ വൈസ് ഏർണിങ്സ് ഉണ്ടാക്കിയതിന് ശേഷം ടൈം പാഷന് സ്പെൻഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് അതേ പരിപാടിയാണ്. കുറച്ച് ഫണ്ട് ഉണ്ടാക്കി ഇനി പാഷന് സ്പെൻഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാഷൻ വെറുത്തു പോകും. ഇപ്പം ഞാൻ പാട്ടിൻ്റെ പിന്നാലെ പോയി അതിലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ നോക്കിയാൽ എനിക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റൂല. ആ ടൈമിൽ എനിക്ക് വർക്കിൽ ഞാൻ എൻ്റെ പാട്ട് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിനെ ഈ പണ്ടാര പിടിച്ച പാട്ടിൻ്റെ പിന്നാലെ പോയി ഞാൻ ആകെ ഗതിയായി. എൻ്റെ ഉമ്മ എന്നോട് തെറ്റി, എൻ്റെ ഉപ്പനോട് തെറ്റി, എൻ്റെ ഫാമിലി നിന്നെ ഒഴിവാക്കി. ഈ ഒരു പാട്ടിൻ്റെ പിന്നാലെ പോയതുകൊണ്ടല്ലേ എന്ന് പറയും ഞാൻ, അല്ലേ? അതായത് ഞാൻ എൻ്റെ പാഷനെ വെറുത്തു പോവാണ്. അതൊരു ഭയങ്കര സീനിയർ സിറ്റുവേഷനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തെ നിങ്ങൾ വെറുക്കുകയാണ്. അപ്പോൾ പാഷന് പിന്നാലെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ പാഷന് ഏർണിങ്സൊക്കെ എത്തും, നിങ്ങൾക്ക് അത്രയും ധാരണ വേണം. അതല്ല നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സമയം വേണം. പാഷൻ സക്സസ്ഫുൾ ആയി ഒരു നല്ല ഫൈനാൻഷ്യൽ എന്തിൻ്റെ അടിസ്ഥാനം പൈസ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാഷൻ്റെ പിന്നാലെ പോയാലും ഫണ്ട് വേണമല്ലോ അവസാനം. പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അരി വിട്ടണ്ടേ. ആ ടൈമിൽ ഫണ്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പാഷൻ എന്ത് ചെയ്യും? പാഷൻ നമ്മൾ വെറുത്തു പോകും. അപ്പോൾ ഇഫ് യു ഹാവ് ടൈം ടു ടെസ്റ്റ്, നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങളെ പാഷൻ വർക്കൗട്ട് ആണ് ഇതൊരു ടെസ്റ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ പാഷൻ്റെ പിന്നാലെ പോവാം. അതല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് കുറച്ച് ഫണ്ട് ഉണ്ടാക്കി എന്നിട്ട് പാഷന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഓക്കെ ആണോ? ഗ്രേറ്റ്. വേറെണ്ടോ? ഹായ്. ഓ അൽഹംദുലില്ലാ റാഹത്ത്. ഞാൻ സ്കിൽസിലെ ഫാക്കൽറ്റിയാണ്. പക്ഷേ എനിക്ക് സംശയം ചോദിക്കണമെങ്കിൽ മടിയൊന്നുമില്ല. 2 ചോദ്യങ്ങൾ. ഫസ്റ്റ് വൺ, പേഴ്സണൽ ബ്രാൻഡിങ് ആണ് ഇപ്പോൾ പൊതുവേ ടോക്ക് ഓഫ് ദ ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. അതില്ലാതെ ഒരു ബിസിനസ് വളരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ക്യാമറ ഷൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അണ്ടർ ദ റഡാർ നിൽക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ, അങ്ങനത്തെ ബിസിനസ് ഓണേഴ്സ് എങ്ങനെ ഈ കാലത്ത് ബിസിനസ് വളർത്തും എന്നുള്ളതാണ് ഫസ്റ്റ്. പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഒരു പൊട്ടൻഷ്യൽ ഇല്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് ബിസിനസ് വളർത്തുക? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, അതൊരു ചോദ്യമല്ല, അത് റിക്വസ്റ്റ് ആണ്. നിങ്ങൾ പാട്ട് പാടുമെന്ന് പറഞ്ഞു, ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാൻ പറ്റും എന്നുള്ളത്. ഇതെന്തറിയോ, ചിലരുണ്ടാവല്ലോ പാട്ട് പാടുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഹിന്റ് ഇട്ട് കൊടുത്ത് എന്നോട് പാടിപ്പിക്കാറുണ്ട്. അങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അല്ല, സെക്കൻഡ് വരും. ആദ്യം പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ ഇറ്റ് ഈസ് വൺ ഓഫ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. കമ്പനി തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിംഗ്, അതായത് ഒരു കമ്പനി തുടങ്ങുമ്പോൾ നമുക്ക് ആകെ വേണ്ടത് എന്താ? മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം. ബാക്കിയുള്ളവരെക്കാൾ കോമ്പറ്റീറ്റീവ് സിസ്റ്റം പോലെ ഉണ്ടാവും. ഓലെക്കാൾ ഒന്ന് മേലെ നിൽക്കണ്ടേ? അതിനുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് പേഴ്സണൽ ബ്രാൻഡിങ്. മാർക്കറ്റിംഗ് ഏജൻസീസിൽ ഒരുപാട് ആൾക്കാർക്ക് ഇല്ലാത്ത പേഴ്സണൽ ബ്രാൻഡ് നിസാമിനുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ക്ലയൻസ് വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് ഒരു കമ്പനീസിന് ആൾക്കാർ വിശ്വസിക്കൂല. ഞാൻ കാണുന്നത് എന്താ അറിയോ, ഞാൻ അങ്ങനെ പേഴ്സണൽ ബ്രാൻഡിങ് ഇതാണ്, കമ്പനീസ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അധികം ആൾക്കാർ സ്ക്രീനിലൊക്കെ നോക്കിയിട്ട് അവനവൻ്റെ ഫേസാണ് ഞാൻ ഇങ്ങനെ. ഓക്കെ ഡൺ. അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം വെച്ചാൽ കമ്പനീസിന് ആൾക്കാർ വിശ്വസിക്കൂല, പക്ഷെ ഒരു മനുഷ്യനെ ആൾക്കാർ വിശ്വസിക്കും. ഇപ്പോൾ നിസാം എന്ന് പറഞ്ഞ വ്യക്തിനെ ആൾക്കാർ വിശ്വസിക്കും. ഡെസ്ക്രോ എന്ന് പറഞ്ഞ കമ്പനീനെ ആൾക്കാർ വിശ്വസിക്കൂല. എത്രയൊക്കെ പറഞ്ഞാലും ഡെസ്ക്രോ അങ്ങനെയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്ന് പറഞ്ഞാലും ഡെസ്ക്രോ ഒരു കമ്പനിയാണ്. അങ്ങോട്ട് നോക്കി ചിരിക്കണ്ടോ ഓരോരുത്തർ? ഡെസ്ക്രോ ഒരു കമ്പനിയാണ്. പക്ഷേ നിസാം എന്ന് പറഞ്ഞ വ്യക്തിത്വം ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയാൻ നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വിച്ച് മീൻസ്
ആളുകളെ വിശ്വസിക്കും, കമ്പനീസിനേക്കാളും ഒരാളെയാണ് വിശ്വസിക്കുക. അതുകൊണ്ടാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഇത്ര ഇമ്പോർട്ടൻസ്. രണ്ടാമത്തെ തിങ്സ്, അതായത് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ എല്ലാവർക്കും പൊട്ടൻഷ്യൽ ഉണ്ടാവണമെന്നില്ല. കാരണം പേഴ്സണൽ ബ്രാൻഡിങ്ങിന് എന്താണ്, അത്യാവശ്യം നോളജ് വേണം, അത്യാവശ്യം സംസാരിക്കാൻ അറിയണം, കുറച്ചെങ്കിലും ഒന്ന് ഒരു സ്കിൽസ് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റണം സംസാരത്തിലൂടെ. ഇതൊക്കെയാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഞാൻ കണ്ടെത്തോളം. ഈ സമയത്ത് പേഴ്സണൽ ബ്രാൻഡിങ്ങിന് താല്പര്യമില്ലാത്ത ഒരാളാണ് കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളെ കൂടെ പാർട്ട്ണറായിട്ട് അത്യാവശ്യം പേഴ്സണൽ ബ്രാൻഡിങ് കപ്പാസിറ്റി ഉള്ള ഒരാൾ വേണം. ഞാൻ സജസ്റ്റ് ചെയ്യില്ല അങ്ങനെയാണ്. ഇപ്പോൾ ഞാനും എൻ്റെ പാർട്ണർ തൻസീം എന്നാണ് എൻ്റെ പാർട്ണറുടെ പേര്, ബിസിനസ് പാർട്ണർ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കമ്പനി റൺ ചെയ്യുന്നത്. ഓനക്ക് പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വലിയ താല്പര്യമില്ല. ഓൻ കുറച്ച് ബാക്കിൽ, ഓൻ ഓപ്പറേഷനലി സെറ്റാണ്. കമ്പനീൻ്റെ ഓഫീസ് ഓപ്പറേഷൻസ് ഓൻ നോക്കിയുള്ളൂ. ഞാൻ അറിയേ വേണ്ട. നമുക്ക് അറൗണ്ട് 30 സ്റ്റാഫ്സ് ഉണ്ട്, അറൗണ്ട് 40 കമ്പനീസ് ഇപ്പോൾ കമ്പനി മന്ത്ലി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഞാൻ അറിയേണ്ട കാര്യം, ഇതൊക്കെ ഓൻ നോക്കിക്കോളും. ഞാൻ ഈ വായിട്ടലച്ച് ഇങ്ങനെ ആളായി ഷോർട്ട് നടന്നാൽ മതി, വിച്ച് മീൻസ് പേഴ്സണൽ ബ്രാൻഡിങ്. അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ചെയ്യാൻ ഞാനുള്ളത് കൊണ്ട് ഓനക്ക് അവിടെ ഓക്കെയാണ്. ഓനക്ക് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സീനില്ല, അത് ചെയ്യാൻ ഞാനുണ്ട്. സോ കമ്പനി രണ്ടാൾക്കാർ ലോഞ്ച് ചെയ്യുന്ന കമ്പനി, വിച്ച് മീൻ ഡുവൽ പാർട്ട്ണർഷിപ്പ് കാണുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരാൾക്ക് പേഴ്സണൽ ബ്രാൻഡിങ് മെൻറ്റാലിറ്റി വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളൊപ്പം കൂട്ടുക. നമ്മളൊരു നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സിന് പോവുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഇവൻറ്റിന് വന്നു, നെറ്റ്വർക്ക് ഇഷ്ടംപോലെ ബിസിനസ് ഓണേഴ്സ് ഉണ്ട് ഇവിടെ. ഈ ഇവൻറ്റ്സിന് പോകുന്നത് വലിയ കാര്യമാണ്. കാരണം എന്താ, കുറേ ആൾക്കാരെ കാണാൻ പറ്റും, നമുക്ക് പരിചയം ഉണ്ടാക്കാൻ പറ്റും. അവിടെ ഏറ്റവും ടോപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഞാൻ നല്ലപോലെ എക്സ്ട്രോവേർട്ടായിട്ട് എല്ലാവരോടും സംസാരിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ എനിക്ക് എല്ലാവരും പരിചയപ്പെടാം. ഞാനൊരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതിലെങ്ങനെ ആൾക്കാരോട് മിങ്കിൾ ചെയ്യുക? അതിനാണ് എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഒരാളൊപ്പം പോയി നിൽക്കുക. ഓൻ പോകുന്നിടത്തൊക്കെ ഓൻ്റെ ഒപ്പം അങ്ങനെ പോകും, ഓൻ പരിചയപ്പെടുന്നിടത്തൊക്കെ പരിചയപ്പെടും. ഇതേനെ മെത്തേഡ്. നിങ്ങളെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ, നിങ്ങൾ ബിസിനസ്സിൽ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരാൾ അത്യാവശ്യം പേഴ്സണൽ ബ്രാൻഡിങ് മെറ്റീരിയൽ ആവണം. ഇനി അതല്ല, ഒപ്പമുള്ള ആളും പേഴ്സണൽ ബ്രാൻഡിങ് എലമെൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു സീനും ഇല്ല. കമ്പനി നല്ല വൃത്തിക്ക് മാർക്കറ്റ് ചെയ്യുക. കമ്പനി ബ്രാൻഡിങ് അത്രയും ടോപ്പിലുണ്ടോ, ടോപ്പ് നോച്ച് കമ്പനി. നിങ്ങൾ ഇപ്പോൾ നമ്മൾ യൂസുഫ് ഖാനെ പറയും, ലുലു, നമ്മളെ ക്ലൈൻ്റ് ആട്ടോ ലുലു. ലുലുവിൻ്റെ മാർക്കറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഖത്തറിൽ ലുലുവിൻ്റെ ക്യാമ്പയിൻസ് ഒക്കെ നമ്മൾ റൺ ചെയ്ത്. അത് ഞാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ CEO എന്ന് പറഞ്ഞ പൊസിഷന് വേണ്ടിയിട്ട് മാരിയറ്റ്, ലുലു ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നില്ല. CEO അല്ല, മാനേജർ പൊസിഷന് വേണ്ടിയിട്ട്. മാരിയറ്റ് നമ്മളെ ക്ലൈൻ്റാണ്, മാരിയറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലുലു നമ്മളെ ക്ലൈൻ്റാണ്. വിച്ച് മീൻസ് നമുക്ക് ആ സെഗ്മെൻറ്റിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റി. സോ ഈ സെഗ്മെൻറ്റിലൊക്കെ ഇതിൽ നമ്മൾ അറിയാത്ത, ഇപ്പോൾ നമ്മൾ യൂസുഫ് അലിക്കനെ പറയും, ഫൈസൽക്കനെ പറയും, മലബാർ, പിന്നെ അതുപോലെ തന്നെ ഫിറോസ്ഖനെ പറയും, ഇവരൊക്കെ നമ്മൾ പറയുന്നുണ്ട്, കുട്ടിക്കനെ പറയും. പക്ഷേ ഏതാ ഓണർ എന്ന് അറിയാത്ത ഒരുപാട് കമ്പനീസ് നമുക്ക് ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ. അതിലൊന്നും പേഴ്സണൽ ബ്രാൻഡ് ഇല്ല. അതിനൊക്കെ കമ്പനി വൃത്തിക്ക് മാർക്കറ്റ് ചെയ്തതാണ്. സോ ഐദർ നിങ്ങൾക്ക് കമ്പനി ബ്രാൻഡിങ് അങ്ങനെ ഹൈപ്പാക്കി കൊണ്ടുപോകാം, അങ്ങനെയാണ് പേഴ്സണൽ ബ്രാൻഡിങ് ആവശ്യം വരില്ല. അതല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് എലമെൻ്റ് ഉള്ള ഒരാളെ കൂടെ പിടിക്കുക.